അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, ഫറാസ്ജോ അതിഗംഭീരമായ വേദിയിൽ ഒരു കൊച്ചു കഥ പറയാനാണ് ഞാനിവിടെ വന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കില്ലേ? നാഥൻ തൗഫീക്ക് നൽകട്ടെ. എൻ്റെ കഥയുടെ പേര് ജ്ഞാനിയായ ചിതൽ എന്നാണ്. ഭൂലോക ചക്രവർത്തിയായ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ തൊഴിലാളികളിൽ മനുഷ്യർക്കു പുറമെ ജിന്നുകളും ഭൂതങ്ങളും പക്ഷികളും മൃഗങ്ങളുമെല്ലാം ഉൾപ്പെട്ടിരുന്നു. മൊത്തം ജോലി വിഭജിച്ച് ഓരോ വിഭാഗത്തിനും ഓരോ ജോലി നീക്കിവെക്കലായിരുന്നു നബിയുടെ പതിവ്. ഓരോ വർഷവും ഓരോ ജോലിയാണ് അദ്ദേഹം തൻ്റെ തൊഴിലാളികളെ ഏൽപ്പിച്ചിരുന്നത്. ആ വർഷം ജെറുസലേം നഗര നിർമ്മാണ പ്രവർത്തനങ്ങളിലായിരുന്നു അവർക്ക് ഏർപ്പെടേണ്ടിയിരുന്നത്. രാവും പകലുമില്ലാതെ അവർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. പിശാചുക്കൾ കൂറ്റൻ പാറകൾ പുഴക്കിക്കൊണ്ടുവന്നു. ഭൂതങ്ങൾ വൻ മരത്തടികൾ പറിച്ചു കൊണ്ടുവന്നു. കലാപരമായ പ്രവർത്തനങ്ങളിലാണ് മനുഷ്യർ മുഖ്യ ശ്രദ്ധ വഹിച്ചിരുന്നത്. എല്ലാ കാര്യത്തിനും സുലൈമാൻ നബി തന്നെ നേരിട്ട് മേൽനോട്ടം വഹിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടന്നുകൊണ്ടിരിക്കെ സുലൈമാൻ നബി അന്തരിച്ചു. ഒരു നിമിഷം പോലും വൈകാതെ നിശ്ചിത സമയത്തു തന്നെ അള്ളാഹു അദ്ദേഹത്തെ തിരികെ വിളിച്ചു. പക്ഷേ ഭൂതങ്ങളും ജിന്നുകളും ഈ മഹാചക്രവർത്തി മരിച്ച മരണവാർത്ത അറിഞ്ഞില്ല. സുലൈമാൻ നബിയുടെ അന്ത്യം മിഹ്റാബിനുള്ളിൽ സ്വർണ്ണ കസാരയിൽ താടിമേൽ വടി കുത്തിപ്പിടിച്ചിരിക്കുന്ന നിലയിലായിരുന്നു. സുലൈമാൻ നബി കൊട്ടാരത്തിനുള്ളിലുള്ളപ്പോൾ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ആരും ധൈര്യപ്പെടാറില്ലായിരുന്നു. സുലൈമാൻ നബിയുടെ ഭൂതങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭൂതങ്ങൾ തങ്ങളെ ഏൽപ്പിച്ച ജോലിയിൽ നല്ലതുപോലെ ചെയ്തു പോന്നു. സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ധൈര്യപ്പെട്ട ഒരേ ഒരു ജീവിയായിരുന്നു ചിതൽ. ആ ചിതലായിരുന്നു നബി മരിച്ചതായി ആദ്യം മനസ്സിലാക്കിയത്. മിഹ്റാബിൽ മറ്റൊന്നും ഭക്ഷിക്കാനില്ലാത്തത് കൊണ്ട് ചിതൽ നബിയുടെ വടിയുടെ നേരെ നീങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. ചിതൽ വടിയുടെ ഒരു വശം കാർന്നു തിന്നതോടെ സുലൈമാൻ നബി നിലം പതിച്ചു വീണു. അപ്പോഴേക്കും ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിനരികിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജിന്നുകൾ സുലൈമാൻ നബി നിലത്ത് കിടക്കുന്നത് കണ്ടു. വാർത്ത പരന്നു. മരണവാർത്ത അറിഞ്ഞപ്പോൾ ജിന്നുകൾ ജോലി നിർത്തി. പക്ഷേ സുലൈമാൻ നബി പറഞ്ഞ ജോലി അപ്പോഴേക്കും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ചിതൽ തിന്ന വടി കണ്ടപ്പോൾ സുലൈമാൻ നബി മരിച്ചിട്ട് കാലമേറെയെന്ന് ജനത്തിന് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ മരണം ജിന്നുകൾക്ക് അറിയാൻ കഴിയാത്തൊരു അദൃശ്യജ്ഞാനമായിരുന്നു. അദൃശ്യജ്ഞാനമുണ്ടെന്ന് ജിന്നുകൾക്ക് മിഥ്യ ഒരു കൊച്ചു ജീവിയായ ചിതൽ തകർത്തു. ചിതലുകൾക്ക് മുന്നിൽ ജിന്നുകളും മനുഷ്യരും ലജ്ജിച്ചുപോയി. സർവജ്ഞാനി എന്ന് അഭിമാനിക്കുന്ന മനുഷ്യർക്കും അദൃശ്യജ്ഞാനമുണ്ടെന്ന് അഹങ്കരിക്കുന്ന ജിന്നുകൾക്കും ഇല്ലാത്ത കഴിവ് ഒരു കൊച്ചു ജീവിയായ ചിതലിനുണ്ടെന്ന് നാം കണ്ടുവല്ലോ. ലോക ചക്രവർത്തിയായ സുലൈമാൻ നബിയുടെ മരണത്തെക്കുറിച്ച് ആദ്യം അറിയാൻ കഴിഞ്ഞതും ചിതലു തന്നെ. ചിതലുകൾക്ക് മുന്നിൽ ഭൂതങ്ങളും ജിന്നുകളും നിസാരമല്ലെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.